പോലീസുകാരെന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയില്ലേ, അന്ന് എനിക്കത് മനസ്സിലായി. അഞ്ച് വർഷം കൊണ്ട് അവർ എത്രത്തോളം വളർന്നു എന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ്. കാൽ കീഴിൽ അവിടെ സ്ഥാനം. ജയിലിൽ നിനക്ക് സുഖമായിരുന്നോ ചന്ദ്രശേഖര? ഇപ്പൊ നീ എന്റെ മുമ്പിൽ മുട്ടുകുത്തി. ഇനി ഇതേപോലെ കിടക്കണ്ടേ നിനക്ക്? ചെയ്യാത്ത കുറ്റത്തിന് 5 വർഷം ഞാൻ ജയിലിൽ കിടന്നിട്ടും അടങ്ങിയില്ലേ വിശ്വനാഥ നിന്റെ പക? എത്ര നാളായി ഞാൻ ഈ കിടപ്പ് കിടക്കുന്നത് നിനക്കറിയോ? അകവും പുറവും പൊള്ളി വീർക്കുമ്പോഴും സഹിച്ചു കിടക്കുന്നത് നിന്റെ അന്ത്യം കാണാനാണ്. നീയോ നിന്റെ മക്കളോ നിന്റെ ഈ സൈന്യമോ ഒന്നും എന്നെ പേടിപ്പിക്കില്ല വിശ്വനാഥ. നഷ്ടപ്പെട്ടതൊക്കെ ഞാൻ തിരിച്ചു പിടിക്കും. അറിയാം, അച്ഛന് കളിക്കാൻ മകൻ ഗ്രൗണ്ട് ഒരുക്കുന്ന കണ്ടിട്ടാ അവന്റെ നെഞ്ചിലിട്ട് തന്നെ ഞങ്ങൾ വെട്ടിയത്. എന്റെ മോനെ നീ എന്ത് ചെയ്താ? അപ്പൊ അമ്മയും മോനൊന്നും അറിയിച്ചില്ലേ? ചെന്ന് ചോദിച്ചു നോക്കണോ. വെട്ടിക്കൂട്ടി എന്റെ കാൽ കീഴ് കൊണ്ടുവന്നിട്ടതാ. ഒരു വിരൽ മുറുക്കിയാൽ ജീവൻ പെടഞ്ഞു തീരുമായിരുന്നു. ദാനം കൊടുത്തതാ നിന്റെ മകന്റെ ജീവൻ. കടമ്പേരി വിശ്വനാഥന്റെ മക്കൾ. ചന്ദ്രശേഖര, ഇപ്പൊ നീ പൊയ്ക്കോ. നിന്നെ തോൽപ്പിച്ചിട്ട് ഞാൻ കണ്ണടയ്ക്കും. ഇപ്പൊ നീ പോ. നിന്റെ മോനെ പിന്നീട് അവര് പറഞ്ഞു മുമ്പോട്ട് കൊല്ലും. ആരെയും കണ്ടില്ല. എന്റെ മുന്നിൽ നീ മാത്രമായിരുന്നു. എങ്ങോട്ടെങ്കിലും നിന്നെയും കൊണ്ട് രക്ഷപ്പെടണമെന്നുള്ള വെപ്രാളമായിരുന്നു. അച്ഛൻ തോറ്റോട്ടെ, അച്ഛന് നിന്നെ വേണം. നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാമോ? ഇല്ലച്ച, ഞാൻ ജീവിച്ചിരിക്കുമ്പോ എൻ്റെ അച്ഛൻ തോൽക്കില്ല ഒരാളുടെ മുമ്പിലും. അച്ഛൻ്റെ എല്ലാ തകർച്ചയ്ക്കും കാരണക്കാരായ ആ ചതിയന്മാരുടെ ഭീഷണിക്ക് മുമ്പില് തോറ്റോടുകയല്ല വേണ്ടത്, ഒരുതണം. അച്ഛൻ്റെ കൂടെ ഞാനുണ്ട്. നമുക്ക് കൂട്ടിന് ദൈവം. പനവേലി ചന്ദ്രശേഖരന്റെ നേരെ കൈ ഉയർത്തുന്ന ഒരുത്തൻ ആ നിമിഷം മുതൽ ഞങ്ങളുടെ ബന്ധുവ. അവര് മുടക്കിയ കല്യാണം നീ മുമ്പിൽ നിന്ന് നടത്തണം പവിത്ര. ആവശ്യമുള്ള പണം ഇവിടെ തരും. വലിയ ഉപകാരം. ആ പാവങ്ങൾക്ക് സന്തോഷാവും. ഋഷി, അതെടുത്തു കൊടുക്ക്. വാ. ഓ, അവനെതിരെ കിട്ടുന്ന ആയുധം എത്ര ചെറുതാണെങ്കിലും കരിച്ചു വെക്കണം. പഴവേലി ചന്ദ്രശേഖരന്റെ പെടച്ചിൽ കണ്ണു നിറയെ കാണണം എനിക്ക്. അതിനുള്ള യോഗം കുറവാണല്ലോ വിശ്വനാഥ നിനക്ക്. ഇന്നലെ നീയും നിന്റെ മക്കളും ചേർന്ന് എന്റെ മനസ്സൊന്നങ്ങോട്ട് ഒലച്ചു. ഇന്നിപ്പോ ഞാനതങ്ങോട്ട് തിരുത്തുക. കടമ്പേരി വിശ്വനാഥന് കളമൊഴിഞ്ഞു നിന്നിട്ട് ഞാൻ എങ്ങും പോകുന്നില്ല. തന്റെ ചങ്കുറ്റത്തിന്റെ കഥകൾ പറഞ്ഞ് പേടിപ്പിച്ച അച്ഛൻ ഞങ്ങളെ വളർത്തിയത്. ഞങ്ങൾ കളിക്കാൻ ഇറങ്ങിയപ്പോ താൻ തോറ്റില്ലേ? നക്കാപ്പിച്ച കാശ് വലിച്ചെറിഞ്ഞ് ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു മദ്യ ദുരന്തം. തന്റെ വീടിന്റെ പിന്നാമ്പുറത്ത് താൻ പോലും അറിയാതെ ഞങ്ങൾ നടത്തിയ സ്പിരിറ്റ് ടാങ്കുകളുടെ ശവസംസ്കാരം. പിന്നെ വിലയില്ലാത്ത 4 ജീവനും കൂടി കുരുതി കൊടുത്തപ്പോ അവിടെ തീർന്നു ചന്ദ്രശേഖര തന്റെ സാമ്രാജ്യം. എന്താ താൻ പോയില്ലേ? ഇപ്പൊ ഈ കാണിക്കുന്ന ധൈര്യം തന്റേതല്ല, മകന്റേതാ. ഒരിക്കൽ ദാനം കൊടുത്ത അവന്റെ ജീവൻ ഞാനങ്ങ് തിരിച്ചെടുക്കും. തൊടില്ല നീ അവനെ. നിന്റെ പുറകിൽ 1000 പേരുണ്ടാവും. പക്ഷേ എനിക്ക് അവൻ ഒരുത്തം മതി, എന്റെ സിദ്ധാർത്ഥൻ.
കടമ്പേരി വിശ്വനാഥൻ എൻ്റെ അച്ഛൻ്റെ ബാല്യകാല സുഹൃത്ത്. പട്ടിണിന്ന് കൈപിടിച്ച് കയറ്റവൻ്റെ പട്ടട കത്തിക്കണമെന്ന് മോഹിച്ച ചേറ്റ അല്ലേടോ? ഗൗതമ, കാര്യങ്ങൾ അറിയാൻ ഞാൻ കുറച്ച് വൈകി. അതല്ലായിരുന്നെങ്കിൽ എൻ്റെ അച്ഛൻ ഇറങ്ങുന്നതിന് മുമ്പേ അതേ ജയിലിൽ തന്നെ ഞാൻ നിന്നെ എത്തിച്ചേനെ. നീ നിന്റെ അച്ഛനെ മാറ്റി നിർത്തി കളിച്ചു, ജയിച്ചു. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇവിടെ വെച്ചെല്ലാം അവസാനിപ്പിക്കാം നമുക്ക്. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, ഞങ്ങൾക്ക് ഞങ്ങളുടെ. ഇനി അതല്ല, തൻ്റെ മക്കൾ ആരെങ്കിലും ഞങ്ങളുടെ നേർക്ക് വന്ന നടുതല്ലി കിടക്കണ തനിക്ക് തലയേറ്റ് കിടക്കണ തൻ്റെ മക്കളെ കാണേണ്ടി വരും. കേട്ടോടോ? കടമ്പേരി വിശ്വനാഥ. വാച്ച്. കടമ്പേരി വിശ്വനാഥനെ വെല്ലുവിളിച്ച വഴി പുറത്തേക്കല്ല, മരണത്തിലേക്ക്. ഞങ്ങളുടെ മരണം നിശ്ചയിക്കാൻ നീയാരടാ? കാലനോ? തോന്നിയ ദിവസം കാണിച്ചോണ്ടല്ലോ കൊന്നു തള്ളുന്നതിന്റെ തന്റെ കാണോടാ. ഇനി ഒരു ബുള്ളറ്റ് കൂടി ബാക്കിയുണ്ട്. തോക്കെടുത്തോണ്ടെന്നത് നീയല്ലേ? ഇത് നിനക്കിരിക്കട്ടെ. വേണ്ട. അത് തന്നെ പറയണേ. വേണ്ട. നമ്മൾ തമ്മിൽ ഇനി ഒന്നും വേണ്ട. ഓർമ്മയുണ്ടെന്ന് എനിക്കെന്നെ. ഗിരിധർ വിശ്വനാഥൻ, കടമ്പേരി വിശ്വനാഥൻ്റെ രണ്ടാമത്തെ മകൻ. നമ്മൾ തമ്മിൽ ആദ്യം കണ്ടുമുട്ടിയപ്പോൾ നിനക്ക് ഞാനൊരു കോമാളിയായിരുന്നു. പക്ഷെ എനിക്ക് അന്നേ അറിയായിരുന്നു നീ എൻ്റെ അച്ഛൻ്റെ ശത്രുവിൻ്റെ മകനാണെന്ന്. കളിക്കാൻ ആകാശം വിട്ടു നിന്നാൽ സൂര്യനായി കത്താനുള്ള കഴിവുണ്ട് നിനക്ക്. അച്ഛന്റെ പകയും മകന്റെ പവറും ചേർന്നാൽ കടമ്പേരി വിശ്വനാഥനും മക്കളും പിന്നെ ഉണ്ടാവില്ല എന്നാണോടാ? ഇത് നിലനിൽപ്പിനുള്ള കളിയാ. കടയോടെ വെട്ടിയിട്ട് കടമ്പേരിക്കാർക്ക് മാത്രം നിലനിൽക്കാൻ. വണ്ടി അവന്റെ നെഞ്ചത്തോട്ട് കയറ്റി കൊല്ലണം.
സത്യം തിരിച്ചറിഞ്ഞപ്പോൾ അവന്മാരെ കൊന്നിട്ട് തൻ്റെ മുമ്പിൽ വന്ന് മാപ്പ് ചോദിക്കണമെന്നാ കരുതിയത്. പക്ഷേ അവന്മാർ ഈ നാട് വിട്ട് കളഞ്ഞു.